പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 6 മാർക്ക് ചോദ്യം ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്തെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ലളിതമായി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ദ ഫ്രഞ്ച് റവല്യൂഷൻ, കോസസ് ആൻഡ് റിസൾട്ട്സ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ: autocratic rule, the social and economic inequality, thinkers and their ideologies, financial crisis, tennis court oath, the fall of Bastille, influence of French Revolution. Autocratic rule, ഏകാധിപത്യ ഭരണം. One of the major causes of the French Revolution was autocratic rule. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഏകാധിപത്യ ഭരണമാണ്. ദ റൂളേഴ്സ് വെയർ ഓട്ടോക്രാറ്റ്സ്. ഭരണാധികാരികൾ ഏകാധിപതികളായിരുന്നു. ദ ബിലീവ്ഡ് ഇൻ ദ ഡിവൈൻ റൈറ്റ് തിയറി ഓഫ് കിങ്ഷിപ്പ്. രാജാധികാരം ദൈവദത്തം എന്ന സിദ്ധാന്തത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. ദ റൂളേഴ്സ് വെയർ സ്കോണ്ടേഴ്സ്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ദ ലെഡ് എ ലൈഫ് ഓഫ് ലക്സുറി ആൻഡ് എക്സ്ട്രാവഗൻസ്. ആഡംബരവും ആർഭാടവുമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ദ മെജോറിറ്റി ഇൻ ഫ്രാൻസ് ലിവ്ഡ് ഇൻ മിസറി. ഭൂരിഭാഗം ജനങ്ങളും ഇവരുടെ ഭരണത്തിൽ കഷ്ടത്തിലായിരുന്നു. ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാളിറ്റി. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിശോധിക്കാം. There was a social and economic inequality existed in France. ഫ്രാൻസിൽ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം നിലനിന്നിരുന്നു. The French society was divided into 3 strata and they were known as the estates. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവയെ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓരോ എസ്റ്റേറ്റും പരിചയപ്പെടാം. The first estate was clergy. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതർ. held vast land. പുരോഹിതർ ധാരാളം ഭൂപ്രദേശം കൈവശം വച്ചിരുന്നു. collected the tax called തിതെ from farmers. കർഷകരിൽ നിന്ന് തിതെ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. exempted from all taxes. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. controlled higher positions in administrative and military service. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നു. The second estate was nobility. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. engaged in മിലിറ്ററി സർവീസ്. സൈനിക സേവനം നടത്തി. കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാമേഴ്സ്. കർഷകരിൽ നിന്നും വിവിധതരം നികുതികൾ പിരിച്ചു. എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ലെഡ് ലക്സൂറിയസ് ലൈഫ്. ആഡംബര ജീവിതം നയിച്ചു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. വിശാലമായ ഭൂപ്രദേശം കൈവശം വച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകാർ സമൂഹത്തിൽ അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമുക്കിനി 3ാം എസ്റ്റേറ്റിനെ പരിചയപ്പെടാം. ദ തേർഡ് എസ്റ്റേറ്റ് വാസ് ദ കോമൺ പീപ്പിൾ. 3ാമത്തെ എസ്റ്റേറ്റ് സാധാരണക്കാർ. 3ാം എസ്റ്റേറ്റിൽ പെടുന്നവർ ദ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിംഗ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. മധ്യവർഗത്തിൽപ്പെട്ട കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, അതുപോലെ കർഷകർ, കൈത്തൊഴിലുകാർ. നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ഇവർക്ക് ഭരണത്തിൽ ഒരവകാശവുമില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയ്മിലി ടൈലേഡ് ടു ദ ഗവൺമെൻറ്.
തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, താഴ്ന്ന സാമൂഹിക പദവി. പേ ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അങ്ങനെ സാമൂഹികമായും സാമ്പത്തികമായും വലിയ അന്തരമാണ് ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ചിന്തകരും അവരുടെ ചിന്താധാരകളും. ഫ്രാൻസ് ഇൻ ദ 18th century ഹാഡ് മെനി റവല്യൂഷണറി തിങ്കേഴ്സ്. 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ധാരാളം വിപ്ലവ ചിന്തകരുണ്ടായിരുന്നു. Their revolutionary ideas encouraged people to fight for their rights. അവരുടെ വിപ്ലവ ആശയങ്ങൾ ജനങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ പ്രേരിപ്പിച്ചു. They were വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ. പ്രധാനപ്പെട്ട ചിന്തകരായിരുന്നു വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഓരോ ചിന്തകരെയും പരിചയപ്പെടാം. വോൾട്ടയർ ridiculed the exploitation of clergy, promoted rational thinking, ideals of equality and humanism. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോ spelled out the importance of freedom with the statement, "Man is born free, but everywhere he is in chains," declared that the people are the sovereign. റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരിയെന്ന് പ്രഖ്യാപിച്ചു. മോണ്ടസ്ക്യൂ encouraged democracy and the republic, suggested division of powers of the government into legislature, executive and judiciary. മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. അടുത്തതായി ഫിനാൻഷ്യൽ ക്രൈസിസ്, ഫ്രാൻസിലെ സാമ്പത്തിക തകർച്ച. ദ ലക്സുറിയസ് ലൈഫ് ആൻഡ് സ്കോണ്ടർ ഓഫ് ദ ബൂർബൺ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ്. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്. ദ ഫ്രീക്വന്റ് വാർസ് ദ വേജ്ഡ്, തുടർച്ചയായി അവർ നടത്തിയ യുദ്ധങ്ങൾ. ദ ഫ്രീക്വന്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലുവർ, തുടർച്ചയായി ഫ്രാൻസിലുണ്ടായ വരൾച്ചയും കൃഷിനാശവും. The financial and military assistance given to American colonies in the American War of Independence. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചു. All these brought France to the brink of bankruptcy. ഇതെല്ലാം ഫ്രാൻസിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. അടുത്തതായി ടെന്നീസ് കോർട്ട് ഓത്ത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. The Third Estate declared themselves as the National Assembly of France. They assembled in the tennis court nearby and swore not to leave until they had framed a constitution of France. This event is known as the tennis court oath. മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നു. ഇനി ദ ഫോൾ ഓഫ് ബാസ്റ്റൈൽ, ബാസ്റ്റൈൽ കോട്ടയുടെ പതനം. 14th July 1789, the revolutionaries stormed with the slogan "Liberty, Equality and Fraternity" and demolished the Bastille prison, the symbol of Bourbon monarchy.
1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റെയിൽ ജയിൽ തകർത്തു. ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് പരിശോധിക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റവല്യൂഷൻസ്. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. ended the feudal system in Europe and threatened to the autocratic rulers. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. proclaimed that nation is not merely a region but the people. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. contributed to the concept of people's sovereignty. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. led to the emergence of nationalism. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. help to the growth of middle class. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. spread the ideas of equality, liberty and fraternity. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.